നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുന്നു. നോക്കാം ആദ്യം തലക്കെട്ട്. എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശനത്തിനുള്ള കീം പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കില്ല. CBSE റീവാലുവേഷൻ ഫലവും സമർപ്പിക്കാൻ സമയം നൽകും. തീരുമാനം വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന മാനിച്ച് ഒരാളുടെയും അവസരം നഷ്ടമാകില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. പുതിയ ഫലപ്രഖ്യാപന തീയതി പിന്നീട് അറിയിക്കും. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയ തീരുമാനത്തിൽ മുഖ്യമന്ത്രി പിന്നോട്ട് പോയേക്കും. കൂടിയാലോചനകൾ ഉണ്ടായില്ലെന്ന് കോൺഗ്രസിൽ ആക്ഷേപം. അതൃപ്തി പരസ്യമാക്കി KC വേണുഗോപാലും മുഖ്യമന്ത്രിയോട് വിയോജിച്ച് എക്സൈസ് മന്ത്രിയും. കശുവണ്ടി കോർപ്പറേഷൻ അഴിമതിയിൽ മുൻ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹരീഷിനെതിരെ കടുത്ത ഭാഷയിൽ ഹൈക്കോടതി. ഉത്തരവ് മനസ്സിലായില്ല എന്ന് ചോദ്യം. നിരുപാധികം മാപ്പ് ചോദിച്ചിട്ടും കോടതി വിട്ടില്ല. രേഖാമൂലം വിശദീകരണം വേണം. പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവ് പുതിയ വകുപ്പ് സെക്രട്ടറി ഹാജരാക്കണമെന്നും കോടതി. കണ്ണൂർ വാണിയപ്പാറ പള്ളി സെമിത്തേരിയിലെ ദുരൂഹതകളുടെ ചുരുളഴിക്കാൻ പോലീസ്. കല്ലറയിൽ നിന്നും ലഭിച്ചത് കാണാതായ സിജോസ് കറിയുടെ മൃതദേഹമെന്ന് സംശയിച്ച കുടുംബം. ജോസിന്റെ തിരോധാനത്തിൽ 7 വർഷം മുമ്പ് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല. കല്ലറയിലെ പായിൽ പൊതിഞ്ഞ വസ്തു പരിശോധിക്കണമെന്ന് പള്ളി വികാരിയും ഇടവക അംഗങ്ങളും. അമ്മ സംഘടനയിലെ തർക്കത്തിൽ ശ്വേതാ മേനോൻ അൻസിബയുടെ മുന്നിൽ മുട്ടുമടക്കിയെന്ന് മാലാ പാർവതി. എല്ലാ അംഗങ്ങളും അൻസിബയ്ക്കൊപ്പം നിന്നുവെന്നും മാലാ പാർവതി. ശ്വേതാ മേനോൻ ഇന്ന് മാധ്യമങ്ങളെ കാണാൻ സാധ്യത. വാട്സപ്പ് ഗ്രൂപ്പിലെ രാജ്യപ്രഖ്യാപനം നടത്തി ലക്ഷ്മി പ്രിയ. KSRTC പ്രിയദർശിനി സൗജന്യ യാത്ര തുടരാം. എതിർപ്പുന്നയിച്ച പൊതു താൽപര്യ ഹർജി തള്ളി ഹൈക്കോടതി. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസിൽ സ്വകാര്യ ആശുപത്രികളെയും പങ്കാളികളാക്കുമെന്ന് മുഖ്യമന്ത്രി. 10 കോടി അനുവദിച്ചത് പദ്ധതി റിപ്പോർട്ടുണ്ടാക്കാൻ. പദ്ധതി നടപ്പാക്കുക വിശദമായ ചർച്ചയ്ക്കു ശേഷം. പകർച്ചപ്പനി ആയുധമാക്കി പ്രതിപക്ഷം നിയമസഭയിൽ. ഉത്തരവാദിത്തങ്ങളിൽ നിന്നും സർക്കാർ ഒളിച്ചോടുകയാണെന്ന ആരോപണം. 10 വർഷം തകർത്ത സിസ്റ്റത്തെയാണ് നേരെയാക്കാൻ ശ്രമിക്കുന്നതെന്ന് മന്ത്രി. പേരാമ്പ്രയിലെ അനൗൺസ്മെന്റ് വിവാദത്തിൽ അന്വേഷണം ഊർജിതമാക്കണമെന്ന് ഫാത്തിമ തഹ്ലിയ. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തെക്കാൾ ഗുരുതരം. PM ശ്രീയെ അനുകൂലിക്കാൻ ലീഗിന് കഴിയില്ല. കഴിഞ്ഞ സർക്കാർ ഉണ്ടാക്കിയ കെണി ഈ സർക്കാർ പരിഹരിക്കും. നിലവിളക്ക് കൊളുത്തിയതിൽ നിലപാട് പറഞ്ഞും ഫാത്തിമ തഹ്ലിയ. അഭിമുഖം ഇന്ന് ന്യൂസ് 18. സമാധാന ചർച്ചകളിൽ കരിനിഴൽ വീഴ്ത്തി ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത പ്രസ്താവനകൾ. ഹോർമസ് തുറന്നില്ലെങ്കിൽ ഇറാനെതിരെ ഉടനടി ആക്രമണം. ഹിസ്ബുള്ളയെ പിന്തുണച്ചാൽ തിരിച്ചടി. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന് ട്രംപിനോട് ഇറാൻ. ഖത്തറിലെ പ്രധാന പ്രകൃതിവാതക പ്ലാന്റിൽ വൻ സ്ഫോടനം. 54 പേർക്ക് പരിക്ക്, 18 പേരെ കാണാതായി. ദുരന്തം ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെ അടച്ചിട്ട പ്രവർത്തനം പുനരാരംഭിക്കാനുള്ള ശ്രമത്തിനിടെ. ഇസ്രയേലിൽ നെതന്യാഹുവിന് വൻ തിരിച്ചടി. യുദ്ധം തോറ്റെന്ന് 92% ഇസ്രയേലികളും. ജനവികാരം നിഴലിക്കുന്ന സർവേയുമായി ഇസ്രയേൽ യൂണിവേഴ്സിറ്റി. ട്രംപിനും വൻ വിമർശനം. വിഴിഞ്ഞം കാണാനെത്തിയ ഹോമിയോ ഡോക്ടറെ കടലിൽ വീണ് കാണാതായി. വയനാട് സ്വദേശി ശ്രീജിത്തിനായി തിരച്ചിൽ തുടരുന്നു. അപകടം മുഹമ്മദിയുദ്ദീൻ പള്ളിക്ക് സമീപം. ശ്രീജിത്ത് വയനാട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വന്നത് സുഹൃത്തിന്റെ കല്യാണം കൂടാ. BJPയെ വെട്ടിലാക്കി അയോധ്യ. നടന്നത് 1200 കോടിയുടെ കൊള്ള. ക്രമക്കേടുകൾ ഏറെയും നടന്നത് മഹാകുംഭമേളക്കാലത്ത്.
റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു. ട്രസ്റ്റ് ഭാരവാഹികൾ അയോധ്യ വിട്ടു പോകരുതെന്ന് SIT. തമിഴ്നാട്ടിൽ ഒന്നിക്കാൻ ദ്രാവിഡ പാർട്ടികൾ. ലക്ഷ്യം TVKയുടെ സ്വാധീനം തടയൽ. ഇരു പാർട്ടികളും ഒരേ ദ്രാവിഡ പ്രത്യയശാസ്ത്രം പങ്കിടുന്നവരാണെന്ന് വിശദീകരണം. CPM-ഉം CPI-യും മുന്നണി രീതിയിൽ ഒന്നിച്ചത് മാതൃകയാക്കാൻ നീക്കം. ലോകകപ്പിൽ വീണ്ടും കേപ്പ് വെർഡെയുടെ വിസ്മയം. ഉറുഗ്വേക്കെതിരെ 2 ഗോൾ അടിച്ച് സമനില. സൗദിയെ മറുപടിയില്ലാത്ത 4 ഗോളിന് തകർത്ത് സ്പെയിൻ. ന്യൂസിലൻഡിനെതിരെ ഈജിപ്തിന് ജയം. ബെൽജിയം ഇറാൻ പോരാട്ടം സമനിലയിൽ. 2ാം ജയം തേടി അർജന്റീന ഇന്നിറങ്ങും. വിശദമായി കടക്കുമ്പോൾ പാർട്ടിക്കുള്ളിലും സാമുദായിക സംഘടനകളിൽ നിന്നും കടുത്ത വിമർശനമുയർന്ന പശ്ചാത്തലത്തിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയ തീരുമാനത്തിൽ നിന്നും മുഖ്യമന്ത്രി പിന്നോട്ട് പോയേക്കും. നിയമസഭാ കക്ഷിയിലടക്കം ഒരു വിഭാഗം MLA-മാർ കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്താനാണ് നീക്കം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചതും കരിമണൽ മേഖലയ്ക്ക് സ്വകാര്യ കമ്പനികളെ കൊണ്ടുവരാനുള്ള തീരുമാനത്തിലും കൂടിയാലോചനകൾ ഉണ്ടായിട്ടില്ല എന്നതാണ് കോൺഗ്രസിലെ പൊതുവായ ആക്ഷേപം. നയപരമായ കാര്യങ്ങളിൽ കൂടിയാലോചന ഉണ്ടാകുമെന്ന് അതൃപ്തി പരസ്യമാക്കിക്കൊണ്ട് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തെ ഗവൺമെന്റ് നടത്തുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരു പുതിയ ഗവൺമെന്റ് വന്നതേ ഉള്ളൂ. അപ്പോൾ ഗവൺമെന്റ് എടുക്കുന്ന നടപടികളിൽ ആർക്കെങ്കിലും പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ അത് പാർട്ടി തലത്തിൽ ചർച്ച ചെയ്യും. കാര്യം ഇത്രയേ ഉള്ളൂ, ഒരു ഗവൺമെന്റ് വന്നതേ ഉള്ളൂ, ഒരു മാസേ ആയിട്ടുള്ളൂ. ആ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ചില ആശങ്കകൾ ഉണ്ടാവും ചില ഭാഗത്ത്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോണ്ടാവും. പുതിയ ഗവൺമെന്റ് അല്ലേ. മദ്യനയത്തിന്റെ കാര്യത്തിലായാലും ധാതുമണലിന്റെ കാര്യത്തിലായാലും ചില ആശങ്കകൾ വരുന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരം ആശങ്കകൾ ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. മാത്രമല്ല, ഒരു പോളിസി ഡിസിഷൻസ് ഏതായാലും സംസ്ഥാനത്തെ ബാധിക്കുന്ന ഗവൺമെന്റ് തീരുമാനങ്ങളിലെ നയപരമായ തീരുമാനങ്ങളിൽ പാർട്ടിക്കകത്തും ചർച്ചയുണ്ടാവും. എക്സൈസ് മന്ത്രിയോട് പോലും കൂടിയാലോചന നടത്താതെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് നൽകിയതിൽ മന്ത്രിയും അതൃപ്തിയിലാണ്. നിയമസഭയിലെ ഓഫീസിലേക്ക് എക്സൈസ് കമ്മീഷണറെ മന്ത്രി വിളിച്ചു വരുത്തി. മദ്യനയത്തിൽ പ്രഖ്യാപിത നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയെന്ന് വിമർശിച്ച് സാമുദായിക സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട്. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ വെള്ളം ചേർക്കരുതെന്നാണ് മലങ്കര സഭയുടെ വിമർശനം. വീര്യം കുറഞ്ഞത്, കൂടിയത്, ശുദ്ധം, വ്യാജം എന്നിങ്ങനെ മദ്യത്തെ തരംതിരിക്കുന്നത് വിഡ്ഢിത്തമാണെന്നും പുതിയ മദ്യനയം ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുന്നതാണെന്നുമാണ് കാന്തപുരം വിഭാഗത്തിന്റെ മുഖപത്രമായ സിറാജിലെ എഡിറ്റോറിയൽ വിമർശനം. PB അരുൺ ചേരുന്നുണ്ട്. അരുൺ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സർക്കാരിന്റെ 2 പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് വിവാദത്തിൽ. ഇതിൽ ഏറ്റവും പ്രധാനം ഈ മദ്യനയത്തിലെ മാറ്റമാണ്. എന്താണ് ഇപ്പോഴത്തെ നീക്കം? പാർട്ടിയിലെ സർക്കാരിലെ ഒരു വിഭാഗം മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിലെ രംഗത്ത് വരികയാണെങ്കിൽ ആ തീരുമാനം തിരുത്തേണ്ടി വരുമോ VD സതീശന്? എന്താണ് നീക്കം? തീർച്ചയായിട്ടും കടുത്ത സമ്മർദ്ദം, വലിയ തർക്കമുണ്ട് കോൺഗ്രസ് ഈ വിഷയത്തിൽ നിന്ന് വ്യക്തമാവുകയാണ്. നേരത്തെ KC വേണുഗോപാലിന്റെ ഇടപെടൽ നമ്മൾ കണ്ടതാണ്. അതിന് സമാനമായി നിയമസഭയിലും നീക്കങ്ങൾ നടക്കുന്നു. അല്പസമയം മുമ്പ് സംസാരിച്ചത് മാത്യു കുഴൽനാടനാണ്. KC പക്ഷത്തെ പ്രധാനപ്പെട്ട നേതാവാണ്. മുഖ്യമന്ത്രി തീരുമാനിക്കുന്ന ചർച്ചകളിലുടനീളം KCയുടെ ഗ്രൂപ്പ് മാനേജർ എന്ന നിലയിൽ പ്രവർത്തിച്ച നേതാവാണ് മാത്യു കുഴൽനാടൻ. KC ആലപ്പുഴയിൽ പറഞ്ഞതിന് സമാനമായ അല്ലെങ്കിൽ കുറച്ചുകൂടി കടുത്ത നിലപാട് അത് നേരിട്ട് VD സതീശൻ സർക്കാരിനെ കുറ്റപ്പെടുത്തുകയല്ല മാത്യു കുഴൽനാടൻ ചെയ്ത് LDF സർക്കാർ കഴിഞ്ഞ LDF സർക്കാരിനെ ചാരി, ഇപ്പോഴത്തെ പ്രതിപക്ഷത്തെ ചാരി കടുത്ത ആക്രമണമാണ് ഇപ്പോൾ മാത്യു കുഴൽനാടൻ സഭയ്ക്കകത്ത് സർക്കാരിനെതിരെ നടത്തിയത്. വളരെ കൃത്യമായുള്ള നീക്കമാണ്. ഈ അഴിമതി ഉണ്ട്, അതായത് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അഴിമതി ഉണ്ടെന്ന് ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നു. അതിന്റെ നെഗോസിയേഷൻ നടത്തിയത് കഴിഞ്ഞ സർക്കാരാണ്. അതുകൊണ്ട് തന്നെ ആ നെഗോസിയേഷൻ ഒരു പരിധിവരെ മുന്നോട്ട് പോയതാണ്. അതിനുശേഷം നടക്കാതെ വന്നു. അതുകൊണ്ട് തന്നെ അഴിമതി ഉണ്ടെന്ന് ഇപ്പോൾ അവർക്ക് വ്യക്തമാണ്. അവർക്ക് തന്നെ അതറിയാം. പക്ഷേ ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ വ്യക്തമായ ചില തീരുമാനങ്ങളുണ്ട്, വ്യക്തമായ നിലപാടുകളുണ്ട് എന്നാണ് മാത്യു കുഴൽനാടൻ. ഞങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് എന്നാണ് ഈ മദ്യ വിഷയത്തിൽ മാത്യു കുഴൽനാടൻ സഭയിൽ പറഞ്ഞത്. അതായത് ഈ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യാനുള്ള അനുമതി നൽകാനുള്ള നീക്കം UDFന്റെ പ്രഖ്യാപിത നയത്തിന് മദ്യനയം UDF അവതരിപ്പിച്ചെങ്കിൽ പോലും അവരുടെ ഈ വിഷയത്തെ നിലപാടിന് ഘടകവിരുദ്ധമാണ്. അത് അംഗീകരിക്കാൻ കഴിയുന്ന സൂചനയാണ് മാത്യു കുഴൽനാടൻ നിയമസഭയിൽ നൽകിയത്. അതിൻ്റെ അത്ര കടന്നില്ലെങ്കിൽ പോലും KC വേണുഗോപാലിന്റെ പ്രതികരണവും
ആ രീതിയിൽ കാണണം. VM സുധീരൻ മുഖ്യമന്ത്രി കത്തയച്ചുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെടുന്നു. മറ്റന്നാളാണ് ഈ ബജറ്റ് ചർച്ച അവസാനിക്കുന്നത്. അതുവരെ VD സതീശൻ കാത്തിരിക്കുമോ അല്ലെങ്കിൽ അന്ന് തീരുമാനത്തിൽ പിന്നോട്ട് പോകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. നമുക്ക് ലഭിക്കുന്ന സൂചന അദ്ദേഹം ഇപ്പോഴും പിന്മാറാൻ തയ്യാറല്ല എന്ന് തന്നെയാണ്. സജിത്ത്, ഈ വിഷയത്തിൽ മാത്രമല്ല PMCയിലും അതിശക്തമായ വിമർശനം മാത്യു കുഴൽനാടൻ്റെ ഭാഗത്തുനിന്ന് അന്നത്തെ സർക്കാരിനെ എന്ന പേരിൽ മാത്യു കുഴൽനാടൻ വിമർശിക്കുന്നു സർക്കാരിനെ. അതായത് PMC RSSന്റെ പദ്ധതി എന്ന ഒരു ആരോപണമാണ് ഇപ്പോൾ മാത്യു കുഴൽനാടൻ സഭയിൽ ഉന്നയിച്ചത്. അതും വിമർശനം നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നും കഴിഞ്ഞ സർക്കാരിനും ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിനും എതിരെ ആണ് എന്ന് തോന്നും. പക്ഷേ വളരെ കൃത്യമായി അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: മനസ്സ് ഉറയ്ക്കുന്നതിന് മുമ്പ് കുട്ടികളിൽ മതചിന്ത നിറയ്ക്കൽ RSSന്റെ പ്രഖ്യാപിത അജണ്ടയാണ്. മനസ്സുറയ്ക്കുന്നതിന് മുമ്പ് കുട്ടികളിൽ മതചിന്ത നിറയ്ക്കൽ RSSന്റെ പ്രഖ്യാപിത അജണ്ടയാണ്. അവരുടെ പെറ്റ് പ്രോജക്റ്റാണ് PM ശ്രീ. ഇത് ചെയ്യരുതെന്ന് മന്ത്രിസഭയിൽ സഹപ്രവർത്തകർ തന്നെ നിങ്ങളോട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് RSSന്റെ പെറ്റ് പ്രോജക്റ്റ് നടപ്പാക്കാൻ ഇപ്പോഴത്തെ സർക്കാർ തീരുമാനമെടുത്ത സാഹചര്യം കൂടി നമ്മൾ ഇതുമായി ചേർത്ത് വയ്ക്കണം. അതായത് LDF സർക്കാരിനെതിരെയാണ്, അപകടമാണ്, അബദ്ധമാണെന്ന് അറിഞ്ഞുകൊണ്ട് LDF നടപ്പാക്കിയതാണിത്. ഈ സംസ്ഥാനത്തിന്റെ മതേതര സ്വഭാവം തകർക്കുന്നതാണിത്. RSSന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങിയാണ് PMCയിൽ ഒപ്പിട്ടത്. നിങ്ങൾ ഞങ്ങൾക്കെതിരെ ഒരു വിരൽ ചൂണ്ടുമ്പോൾ 4 വിരൽ നിങ്ങൾക്കെതിരെ വരുമെന്ന് ഓർക്കണം. പിണറായി വിജയനെ പോലെ ഇത്രയധികം പരിചയമുള്ള ഒരു നേതാവ് ഇതിന്റെ അപകടം അറിയാതെയാണോ ഈ പദ്ധതിയിൽ ഒപ്പിട്ടത് എന്ന് ആണ് കുഴൽനാടൻ ചോദിക്കുന്നത്. അത് ആ വിരൽ ചൂണ്ടൽ പിണറായി വിജയനെതിരെ തോന്നാമെങ്കിലും VD സതീശനെതിരെ കൂടി എന്ന് വേണം നമുക്ക് കൃത്യമായി അത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അപകടത്തിന്റെ ആഴവും അപകടവും അറിയാത്തത് കൊണ്ടാണോ പിണറായി വിജയൻ ഇതിനെ തയ്യാറായത്? ഇരുട്ടിന്റെ മറവിൽ രാഷ്ട്രീയം കൊണ്ടുവന്നത് പിണറായി വിജയനും കൂട്ടരും എന്ന് പറഞ്ഞ് വിമർശിക്കുമ്പോൾ അതേ രാഷ്ട്രീയം ഏറ്റുപിടിക്കുന്ന അതേ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതേ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കരാറുമായി മുന്നോട്ട് പോകാൻ തീരുമാനമെടുത്ത VD സതീശനെതിരെ കൂടിയുള്ള വിരൽ ചൂണ്ടലാണ് മാത്യു കുഴൽനാടന്റെ പ്രസംഗമെന്ന് വ്യക്തമാണ്. കോൺഗ്രസിൽ ഈ രണ്ട് കാര്യങ്ങളിലും കടുത്ത ഭിന്നതയുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു പ്രസംഗമാണ് അല്പസമയം മുമ്പ് മാത്യു കുഴൽനാടൻ നിയമസഭയിൽ നടത്തിയത്. അരുൺ, ഇപ്പോഴത്തെ ഈ നീക്കങ്ങൾക്കൊരു പിന്നാമ്പുറ കഥ കൂടി ഉണ്ടല്ലോ. സർക്കാർ രൂപീകരണവും മുഖ്യമന്ത്രിയെ തീരുമാനിച്ചതുമൊക്കെ ഉണ്ടാക്കിയ വലിയ വിവാദമറിയാം. അപ്പോൾ ഒരു വിഷയം കാത്തിരിക്കുന്ന മറുചേരിക്ക് മുന്നിലേക്ക് ഒരു ആയുധം എറിഞ്ഞു കൊടുക്കലായി ഈ വിഷയം മാറിയോ എന്ന ചോദ്യമുണ്ട്. മുഖ്യമന്ത്രി തിരുത്തുമോ എന്ന ചോദ്യത്തിന് തിരുത്തിയാൽ ഒരു പിന്നോട്ട് പോക്കാണ്. അതല്ല, മുഖ്യമന്ത്രി മുൻ നിലപാടിൽ ഉറച്ചു നിന്നാൽ മറുചേരിയും കരുതലിലായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും സഹിത്ത് ഇപ്പോൾ ഈ വിഷയത്തിൽ മുൻ ധനമന്ത്രി കൂടിയായ KN ബാലഗോപാലിന്റെ പ്രതികരണം ഉണ്ടാകും. മദ്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതുപോലെ തന്നെ സ്വാഭാവികമായും മാത്യു കുഴൽനാടന്റെ ഇപ്പോൾ സഭയിലെ പ്രസംഗത്തിനും പ്രതിപക്ഷ നിലപാട് നമുക്കറിയാം. അല്പസമയത്തിനകം അദ്ദേഹം ഇവിടെ മാധ്യമങ്ങളെ കാണും. KN ബാലഗോപാൽ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അതിന്റെ തത്സമയ സംരക്ഷണത്തിലും പോകാനാകുമെന്ന് കരുതുന്നു. എന്തായാലും അസാധാരണ സാഹചര്യങ്ങളിലേക്ക് പോവുകയാണ് സർക്കാരിൻ്റെ 2 പ്രധാനപ്പെട്ട വിവാദ തീരുമാനങ്ങൾ. ആ വിവാദ തീരുമാനങ്ങളാണ് ഇതിന് ഇടവയ്ക്കുകയും ചെയ്യുന്നത്. നേരിട്ട് നിയമസഭയിൽ ഈ മാത്യു കുഴൽനാടൻ അടക്കമുള്ളവർ പുതിയ സർക്കാരിനെതിരായ നിലപാടിലേക്ക് പോയിട്ടില്ലെങ്കിൽ കൂടിയും പക്ഷേ അത് സംഭവിക്കുന്നത് കടുത്ത നീക്കങ്ങളിലേക്ക് തന്നെ പോകുന്നു എന്നതാണ് സാഹചര്യം. KC വേണുഗോപാൽ അടക്കം തങ്ങളുടെ വിയോജിപ്പുകൾ തുറന്നു പറയുന്നു. KCക്കൊപ്പം നിൽക്കുന്ന MLAമാരടക്കം ഇനി എന്ത് നിലപാടെടുക്കുമെന്നതും വളരെ പ്രസക്തമാണ്. എന്തായാലും 2 തീരുമാനങ്ങളും തിരുത്തേണ്ടി വരുമോ, അതല്ലെങ്കിൽ ഉറച്ചു നിന്നാൽ അതുണ്ടാക്കുന്ന രാഷ്ട്രീയ വെല്ലുവിളി ഒട്ടും ചെറുതായിരിക്കും. പകർച്ചപ്പനിയും ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ പ്രതിഷേധവും സർക്കാരിനെതിരെ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോഴും ഉത്തരവാദിത്തത്തിൽ നിന്നും സർക്കാർ ഒളിച്ചോടുകയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. അയാൾ കഥയെഴുതുകയാണ് എന്ന സിനിമയിലെ രംഗമാണ് DHSൽ നടക്കുന്നതെന്നും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ മുഹമ്മദ് റിയാസ് വിമർശിച്ചു. ആരോഗ്യമേഖലയിലെ കേരള മോഡൽ ലോകമാകെ അംഗീകരിച്ചതാണ്. എന്നാൽ ആ കേരള മോഡൽ UDF ഗവൺമെന്റ് കൈവിടുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഈ 35 ദിവസത്തെ ഇടപെടലുകളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അത് അനുവദിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറയാൻ ഞാൻ ആദ്യമേ ആഗ്രഹിക്കുകയാണ്. അത് ഞങ്ങളുടെ മാത്രം അഭിപ്രായമല്ല, കേരളത്തിലെ 100% വരുന്ന ജനങ്ങളും ആഗ്രഹിക്കുന്നതാണ്. സർ, മെയ് 20, 2021 LDF ഗവൺമെന്റ് അധികാരമേറ്റപ്പോൾ കോവിഡ് കാലമായി. കോവിഡ് കാലം അധികാരമേറ്റ LDF സർക്കാരിന്റെ ആദ്യ മാസം ജീവൻ രക്ഷിക്കുവാനുള്ള പോരാട്ടത്തിൻ്റെതായിരുന്നു. സാർ, മെയ് 18, 2026 അധികാരത്തിൽ വന്ന UDF സർക്കാരിന്റെ ആദ്യ മാസം ഭരണപരമായ തർക്കങ്ങളുടെയും പ്രഖ്യാപനങ്ങളുടെയും ഭാഗമായി പലരുടെയും മാനം രക്ഷിക്കാനുള്ള മാസമായി മാറി എന്നുള്ളതൊരു വസ്തുതയാണ് സാർ. എന്തെല്ലാം പകർച്ചവ്യാധികളാണ് സാർ കേരളത്തിൽ ഈ മഴക്കാലത്ത് പെരുകുന്നത്. നിപ്പ, എബോള, എംപോക്സ്,
ഷിഗല്ല, വെസ്റ്റ്നെൽ, ഡെങ്കി, മലേറിയ, കോളറ, അമീബിക് മസ്തിഷ്ക ജ്വരം, കുരങ്ങുപനി എന്നിങ്ങനെ മാരക സ്വഭാവമുള്ള രോഗങ്ങൾ ഉൾപ്പെടെയാണ് കേരളത്തിൽ സ്ഥിരീകരിക്കപ്പെടുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി എബോളയെക്കുറിച്ച് പറഞ്ഞു. ഇനി മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട ആരോഗ്യവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ എബോളയുണ്ട് എന്ന് പറയുമോ എന്നുള്ളതാണ് എൻ്റെ ഭയം എന്നുള്ളത് ഞാൻ അവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ്. സാർ ഒരു സിനിമാ പ്രേമിയാണെന്ന് എനിക്കറിയാം. അയാൾ കഥ എഴുതുകയാണെന്ന സിനിമ കണ്ടിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ്. മോഹൻലാലിന്റെ അയാൾ കഥ എഴുതുകയാണെങ്കിൽ ശ്രീനിവാസൻ തഹസിൽദാരായി ജോയിൻ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ തഹസിൽദാർ കസേരയിൽ നിന്നും ആ സിനിമയിലെ നായിക മാറിക്കൊടുക്കാത്ത രംഗമുണ്ട്. അത് ആ വിഷയമുണ്ട് സാർ. അതിന് സമാനമാണ് സാർ. ആ കസേരക്കളിക്ക് സമാനമാണ് സാർ DHS നടന്നത്. അതിന്റെ നഷ്ടമാർക്കാണ്. അതിന്റെ ഭാഗമായി ഇതിന്റെ ഭാഗമായുള്ള പ്രതിരോധ യോഗം നടത്താൻ സാധിക്കാതെ പോയി സാർ. അതാണ് പ്രശ്നം. അത് പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പകർച്ചവ്യാധി സംബന്ധിച്ച അതിനിർണായകമായ യോഗം ഇതിന്റെ ഭാഗമായി മാറ്റിവെക്കേണ്ടി വന്നു എന്നുള്ളത് നാണക്കേടല്ലേ എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് വരികയാണ് സാർ. സർക്കാരിനോട് കൂറില്ലാത്ത ഉദ്യോഗസ്ഥരെ മാറ്റിയെന്നും 10 വർഷം തകർത്ത സിസ്റ്റത്തെയാണ് തങ്ങൾ നേരെയാക്കാൻ ശ്രമിക്കുന്നതെന്നുമാണ് മന്ത്രി കെ മുരളീധരന്റെ മറുപടി. 10 വർഷത്തെ റീൽസും 5 വർഷത്തെ വീണമീട്ടലുമാണ് ആരോഗ്യവകുപ്പിലെ പ്രശ്നമെന്നും അദ്ദേഹം പരിഹസിച്ചു. യാതൊരു ഭീകരമായിട്ടുള്ള അന്തരീക്ഷവും കേരളത്തിലില്ല, ആരോഗ്യവകുപ്പിലും ഇല്ല. പിന്നെ സാർ, ആരോഗ്യവകുപ്പിൽ നിന്ന് ആകെ നേരിടുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ റീൽസും അവസാനത്തെ 5 വർഷത്തെ വീണമീട്ടലുമായിരുന്നു സാർ ആരോഗ്യവകുപ്പുണ്ടായ ഏതൊരു പ്രശ്നം. എന്നാൽ ഈ സർക്കാർ വന്നതിന് ശേഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അത് ഉടനെ തന്നെ അന്വേഷിച്ച് അതിന് പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ആരോഗ്യമേഖലയെ സമ്പൂർണ്ണമായി പരിഷ്കരിക്കുന്ന കായകൽപ്പം പരിപാടിക്ക് തുടക്കം കുറിച്ചു. പനി, ചുമ, ജലദോഷം തുടങ്ങിയ ലക്ഷണങ്ങളുള്ളവർ പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഗൗരവമേറിയ പ്രശ്നത്തെ ആരോഗ്യമന്ത്രി ലാഘവത്തോടെ അവതരിപ്പിച്ചെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ കുറ്റപ്പെടുത്തൽ. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ സർക്കാർ സ്വകാര്യ ആശുപത്രികളെ ഒരുപോലെ തന്നെ പങ്കാളികളാക്കുമെന്നാണ് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പറഞ്ഞത്. DPR നടപ്പിലാക്കുന്നതിനാണ് 10 കോടി രൂപ വകയിരുത്തിയത്. വിശദമായ ആലോചനകൾക്കും ചർച്ചകൾക്കും ശേഷമാകും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുക. പദ്ധതിയെ സംബന്ധിച്ച റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം എപ്പോൾ മുതൽ ആരംഭിക്കണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും VD സതീശൻ. അപ്രതീക്ഷിതമായ ചികിത്സാ ചെലവുകൾ പല കുടുംബങ്ങളിലും വൻ സാമ്പത്തിക ബാധ്യതയാണ് സൃഷ്ടിക്കുന്നത്. ഇത്തരം ബാധ്യത ലഘൂകരിക്കുന്നതിനും കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകുന്നതിനുമായി എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നതാണ്. ആയതിനായി 22/5/2026 ഉത്തരവ് പ്രകാരം വിഷൻ 2031 ഉൾപ്പെടുത്തി പ്രസ്തുത വിഷയം പരിശോധിച്ച് ആയത് നടപ്പിലാക്കുന്നതിനായി ആരോഗ്യ വകുപ്പിനെയും ധനകാര്യ വകുപ്പിനെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പദ്ധതിയുടെ വിശദമായ പദ്ധതി തയ്യാറാക്കുന്നതിനും പ്രാരംഭ ചെലവുകൾക്കുമായി 26-27 പുതുക്കിയ ബജറ്റിൽ 10 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. സർ, B പരിശോധിച്ചു വരുന്നു. C ഓരോ കുടുംബത്തിനും പ്രതിവർഷം 25 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പൊതുജനാരോഗ്യ സംവിധാനങ്ങളെയും മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളെയും തകർക്കാൻ ഇടയാക്കുമെന്ന ആശങ്കയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. സർ, D ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുന്നത് സാധാരണ ജനങ്ങളുടെ ചികിത്സാ ചെലവുകൾ ലഘൂകരിക്കുന്നതിനും മെച്ചപ്പെട്ട ആരോഗ്യ പരിപാലനം ഉറപ്പാക്കുന്നതിനുമാണ്. സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും മരുന്ന് ലഭ്യത ഉറപ്പാക്കുന്നതിനും ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി നടപ്പാക്കുന്ന സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിക്ക് ഈ ഇനത്തിൽ ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 2017 കോടി രൂപ കുടിശ്ശികയും മരുന്ന് സംഭരണ ഏജൻസിയായ KMSCL-ന് മരുന്ന് സംഭരിച്ച ഇനത്തിൽ 300 കോടി രൂപ കുടിശ്ശികയും ഉണ്ടായിരുന്നു. ആരോഗ്യ സുരക്ഷാ പദ്ധതികളുടെ നടത്തിപ്പ് കാര്യക്ഷമമാക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നു. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ 24 മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. പെൻഷൻ വിതരണത്തിൽ അനർഹരെ കണ്ടെത്താൻ നടപടി സ്വീകരിക്കും. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്ന നടപടിക്ക് കാലതാമസം നേരിടില്ല. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വീടുകളിലെത്തിക്കുന്ന നടപടി തുടരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുടങ്ങാതെ പെൻഷൻ കൊടുക്കുന്നതിനുള്ള നടപടികളാണ് ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്നത്. ഇപ്പോൾ തന്നെയുള്ള പെൻഷന്റെ ഉത്തരവ് നാളെ ഇറങ്ങും. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ 24-ാം തീയതി മുതൽ വിതരണം ചെയ്യുകയും ചെയ്യും. ഇനി മുതൽ മുടങ്ങാതെ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കും. പലപ്പോഴും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ലിസ്റ്റിൽ ചിലര് അനർഹരായി മാറും. അപ്പോൾ അർഹതപ്പെട്ടവർ പുറത്തു നിൽക്കുകയും
അനർഹരായ ആളുകൾ പെൻഷൻ വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. അർഹരായ ആളുകൾ പുറത്തു നിൽക്കുകയാണ്, അർഹരായ ആൾ. അപ്പൊ അത് യഥാർത്ഥത്തിൽ പീരിയോഡിക്കൽ ആയിട്ടുള്ള പരിശോധനകൾ നടത്തി അനർഹരെ അതിൽ നിന്ന് പുറത്താക്കുകയും അർഹരായ ആളുകൾക്ക് പെൻഷൻ കൊടുക്കാനുള്ള സംവിധാനം ചെയ്യുകയും ചെയ്യണം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 1600 രൂപയുടെ പെൻഷൻ 2500 രൂപയാക്കി വർദ്ധിപ്പിക്കും എന്നൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു. സാർ, അത് ആദ്യത്തെ 4.25 വർഷക്കാലം 1600 രൂപയിൽ നിന്ന് 1 രൂപ കൂട്ടിയില്ല. 4.25 വർഷമായപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലയാഴ്ചയാണ് 1600 രൂപ 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചത്. എന്തായാലും അത്തരം ഒരു കാലതാമസം ഈ 3000 രൂപയുടെ കാര്യത്തിൽ ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു കാരണവശാലും ഉണ്ടാവില്ല. എത്രയും പെട്ടെന്ന് ജനങ്ങളോട് നൽകിയ വാഗ്ദാനം ഈ സർക്കാർ പാലിക്കുക തന്നെ ചെയ്യും. ശ്രീ കെ. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട കോടതി അലക്ഷ്യ കേസിൽ ഹൈക്കോടതിയോട് മാപ്പ് അപേക്ഷിച്ച് മുൻ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് ഹാജരാകാൻ വൈകിയതിലും നിരുപാധികം മാപ്പപേക്ഷ നൽകി. അഴിമതിയുമായി ബന്ധപ്പെട്ട് പ്രതികൾക്കെതിരെ പ്രോസിക്യൂഷൻ നടപടി വൈകിയതിലാണ് കോടതി അലക്ഷ്യത്തിന് ഹൈക്കോടതി കേസെടുത്തത്. ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് ഇന്ന് മുഹമ്മദ് ഹനീഷ് ഹാജരായത്. വ്യവസായ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ മുഹമ്മദ് ഹനീഷിനോട് കോടതി ഇന്ന് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതനുസരിച്ചാണ് മുഹമ്മദ് ഹനീഷ് ഹൈക്കോടതിയിൽ ഹാജരായത്. അതിൽ പ്രധാനമായും കോടതി അലക്ഷ്യ നടപടികളിൽ തീരുമാനം കോടതി കടുപ്പിക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നു മുഹമ്മദ് ഹനീഷ് നേരിട്ട് കോടതിയിലേക്ക് എത്തുകയും ഇതുവരെ ഹാജരാകാത്തതിന് നിരുപാധികം മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തത്. ഇതിനു മുൻപ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 തവണ ഇവിടേക്ക് ഹാജരാകണമെന്ന കാര്യത്തിൽ മുഹമ്മദ് ഹനീഷ് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഈ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടില്ല. കഴിഞ്ഞ തവണ ബജറ്റിൻ്റെ തിരക്കിലാണെന്നായിരുന്നു അദ്ദേഹം കോടതിയെ അറിയിക്കുകയും ചെയ്തത്. ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. അന്ന് കോടതി പറഞ്ഞത് തന്ത്രങ്ങൾ കോടതിയോട് വേണ്ട എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ രീതിയിലേക്ക് കോടതി ഉത്തരവ് അനുസരിക്കാത്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതി ചോദിക്കുകയും നേരിട്ട് ഇനി ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാനും കോടതിക്ക് നിർദ്ദേശം നൽകാൻ അറിയാമെന്ന കടുത്ത പരാമർശങ്ങൾ കോടതി നടത്തിയതിൻ്റെയും സാഹചര്യത്തിലാണ് ഇന്ന് ഹൈക്കോടതിയിൽ മുഹമ്മദ് ഹനീഷ് നേരിട്ട് ഹാജരാകുകയും ഈ കേസിൽ ഇതിൽ ഹാജരാകാത്തതിന് കോടതി അലക്ഷ്യ നടപടികൾ ഒഴിവാക്കുന്നതിന് നിരുപാധികം മാപ്പപേക്ഷിക്കുകയും ചെയ്തത്. ഈ മാപ്പപേക്ഷ ജൂലൈ 2-ന് കോടതി പരിഗണിക്കുകയും ചെയ്യും. കശുവണ്ടി വികസന കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് 500 കോടി രൂപയുടെ അഴിമതി നടന്നതായിട്ടാണ് CBI അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. കോടികളുടെ അഴിമതി നടന്നിട്ട് ഇതിൽ CBI തുടർ നടപടികൾ, പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കാൻ സർക്കാരിനെ സമീപിക്കുമ്പോൾ അതിന് അനുമതി നൽകാതെ പോകുന്ന രീതിയായിരുന്നു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നടക്കം ഉണ്ടാകുകയും ചെയ്തത്. ഇത് നടപടിക്രമങ്ങൾ മാത്രമാണ് എന്നതടക്കമുള്ള നിരീക്ഷണമായിരുന്നു നടത്തിയത്. ഇതെന്തുകൊണ്ടാണ് എന്നത് ചോദിച്ചാണ് കോടതി മുഹമ്മദ് ഹനീഷിനോട് മറ്റും വിശദീകരണം തേടുകയും ചെയ്തത്. ഇതിലാണ് അദ്ദേഹം ഹാജരാകാനുള്ള വിമുഖത കാണിച്ചത്, പല തിരക്കുകൾ ചൂണ്ടിക്കാണിച്ചത്. തുടർന്ന് കോടതി അലക്ഷ്യ നടപടികളിലേക്ക് നീങ്ങുമെന്ന കോടതിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് മുഹമ്മദ് ഹനീഷ് ഹാജരാകുന്നത്. ഈ കേസിൽ കശുവണ്ടി വിദേശത്തു നിന്ന് അസംസ്കൃത കശുവണ്ടി ഇറക്കുമതി ചെയ്ത കേസിൽ നിലവിൽ INTUC-യുടെ ഭാരവാഹിയായ കോൺഗ്രസ് നേതാവ് കൂടിയായ ചന്ദ്രശേഖരൻ, അതോടൊപ്പം തന്നെ മുൻ MD-യായ രതീഷ് എന്നിവരാണ് ഈ കേസിൽ പ്രതിസ്ഥാനത്തുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CBI അന്വേഷണം തുടരുകയും അതോടൊപ്പം തന്നെയാണ് മറ്റ് തുടർ നടപടികളിലേക്ക് നീങ്ങാനുള്ള അനുമതി ചോദിക്കുകയും എല്ലാം തന്നെ ചെയ്തത്. എന്തായാലും ഇപ്പോൾ കോടതി അലക്ഷ്യ നടപടികളിൽ നിന്ന് ഒഴിവാകുന്നതിന് വേണ്ടി മുഹമ്മദ് ഹനീഷ് നിരുപാധികം മാപ്പപേക്ഷ അടക്കം നൽകിയിട്ടുണ്ട്. മറ്റ് നടപടികൾ ഇനിയിപ്പോൾ ഈ കേസിൽ CBI നടപടികൾ തുടരാനുള്ള ഒരു പ്രോസിക്യൂഷൻ അനുമതിയായിരിക്കും സർക്കാർ നൽകുക എന്നതാണ് മനസ്സിലാക്കുന്നത്. കോടതി നടപടികൾക്ക് തടസ്സം നിൽക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് സർക്കാർ ഇപ്പോൾ ഉള്ളത്. ഡിജിറ്റൽ സർവകലാശാലയിൽ ഗുരുതര സാമ്പത്തിക ക്രമക്കേടുകൾ വെളിപ്പെടുത്തി അക്കൗണ്ട് ജനറൽ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്ത്. സർവകലാശാലയിൽ വ്യാപകമായ ക്രമക്കേട് നടക്കുന്നതായി മുൻ VC സിസ തോമസ് ഗവർണർക്ക് നൽകിയ റിപ്പോർട്ടിനെ തുടർന്നാണ് CAG ഓഡിറ്റ് നടത്തിയത്. വിഷയത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് സെർവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ഗവർണർക്ക് കത്ത് നൽകി.
ഡിജിറ്റൽ സർവകലാശാലയിലെ മുൻ VC ആയിരുന്ന ഡോക്ടർ സിസ തോമസിന്റെ റിപ്പോർട്ട് പ്രകാരമാണ് ഗവർണർ അക്കൗണ്ടന്റ് ജനറലിനോട് ഈ ഒരു ഭാഗവുമായി, അതായത് ഡിജിറ്റൽ സർവകലാശാലയിലെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്വേഷണം നടത്താൻ വേണ്ടി നിർദ്ദേശം നൽകിയത്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലാണ് വ്യാപകമായ സാമ്പത്തിക തട്ടിപ്പും സാമ്പത്തിക ദുർവിനിയോഗവും നടന്നു എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിനാണ് ഈ ഒരു വിവരാവകാശ രേഖ ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ നൽകിയതും തുടർന്ന് ഈ വിവരങ്ങളെല്ലാം പുറത്തേക്ക് വരികയും ചെയ്തത്. പ്രധാനമായും ഈ ഒരു കൃത്യമായ ഓഡിറ്റിംഗ്, അതായത് ഡിജിറ്റൽ സർവകലാശാല രൂപീകരിച്ചിട്ട് 5 വർഷം കഴിഞ്ഞിട്ടും കൃത്യമായ ഒരു ഓഡിറ്റിംഗ് ഇതുവരെയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടത്തിയിട്ടില്ല എന്ന കാര്യവും ഈ ഒരു രേഖയിൽ നിന്നും വ്യക്തമാവുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് സർവകലാശാലയിൽ സാധാരണ രീതിയിൽ എല്ലാ വർഷവും നടത്തുന്ന അല്ലെങ്കിൽ കൃത്യമായ ഇടവേളയിൽ നടത്തുന്ന ഈ ഒരു ഓഡിറ്റിംഗ് അത് ഇവിടെ ഇത്രയും കാലമായി നടന്നിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നു. മാത്രമല്ല പല കാര്യങ്ങളിലും, അതായത് സാധനങ്ങൾ വാങ്ങുന്നതായിക്കോട്ടെ, അതായത് പല വലിയ രീതിയിലുള്ള കൺസൈൻമെൻറ്റ് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പർച്ചേസുകൾ പല രീതിയിൽ, അതായത് കൃത്യമായ ഓഡിറ്റിങ്ങോ അല്ലെങ്കിൽ കൃത്യമായ ഭരണസമിതിയുടെ അനുമതിയോ ഇല്ലാത്ത രീതിയിൽ അത് പല ചെറിയ പർച്ചേസുകളായി മാറ്റിക്കൊണ്ട് അത് കൃത്യമായ നിയമ നടപടികളോ അല്ലെങ്കിൽ ഭരണ നടപടികളോ പിന്തുടരാതെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഈ ഒരു ഓഡിറ്റിംഗിൽ കൃത്യമായി ഇടപെടലുകൾ നടത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ സുതാര്യമായ ടെൻഡർ നടപടികൾ ഒഴിവാക്കാൻ വേണ്ടി പല കാര്യങ്ങളിലും ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ പല കാര്യങ്ങളിലും വിനിയോഗ സർട്ടിഫിക്കറ്റുകളോ അതുമായി ബന്ധപ്പെട്ട, അതായത് പർച്ചേസുമായി ബന്ധപ്പെട്ട പല സർട്ടിഫിക്കറ്റുകളോ രേഖകളോ കൃത്യമായി സൂക്ഷിച്ചിട്ടില്ല എന്ന കാര്യവും കൃത്യമായി ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട, അതായത് ഈ ഒരു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട 5 വർഷത്തെ രേഖകളിലും ഈ ഒരു ക്രമക്കേടുണ്ട്. അതായത് ആരംഭിച്ച കാലം തൊട്ട് തന്നെ ഈ ഒരു യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട പല ക്രമക്കേടുകളും നിലനിന്ന് പോരുന്നു. ഇപ്പോഴും അത്തരത്തിലാണ് തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഈ ഒരു, അതായത് മുൻപ് ഇപ്പോൾ നിലനിൽക്കുന്ന VC അടക്കം ഇത് ഈ ഒരു പ്രശ്നത്തിൽ ചോദ്യം മുന്നിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കീം പരീക്ഷാഫലം മാറ്റിവെച്ചു. CBSE പുനർമൂല്യനിർണ്ണയ മാർക്ക് കൂടി പരിഗണിച്ച് റാങ്ക് ലിസ്റ്റ് പുനഃക്രമീകരിച്ച് ഫലപ്രഖ്യാപനം നടത്തും. CBSE +2 പുനഃമൂല്യനിർണ്ണയ പരീക്ഷാഫലം ഇന്നലെ രാത്രിയോടെയാണ് പ്രഖ്യാപിച്ചത്. മാർക്ക് വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള തീയതി നീട്ടണമെന്നാവശ്യപ്പെട്ട് നിരവധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്ക അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായി നടപടി സ്വീകരിക്കാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോൺ പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും അവസരം ഉറപ്പുവരുത്താനാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി. പേരാമ്പ്രയിലെ അനൗൺസ്മെന്റ് വിവാദത്തിൽ അന്വേഷണം ഊർജിതമാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ഫാത്തിമ തഹലിയ. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തേക്കാൾ ഗുരുതരമായിരുന്നു അനൗൺസ്മെന്റ് വിവാദം. നടപടികൾ അവസാനിച്ചിട്ടില്ല. കുറ്റക്കാർ പൊതുസമൂഹത്തിന് മുന്നിൽ വരണമെന്നും ഫാത്തിമ തഹലിയ പറഞ്ഞു. ന്യൂസ് 18 കേരളത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഫാത്തിമ. ഈ UDF അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ ആലപ്പുഴയിലെ അക്രമവുമായി ബന്ധപ്പെട്ട് വീണ്ടും പരിശോധനകൾ ഉണ്ടാകുന്നുണ്ട്. കാഫിർ സ്ക്രീൻഷോട്ടിൽ SIT രൂപീകരിച്ച് അന്വേഷണം ഉണ്ടാകുന്നു. ഈ അനൗൺസ്മെന്റ് വിവാദം അവസാനിച്ചു. അതിലൊരു ഈ അന്വേഷണവും നടപടികളും വേണ്ടതല്ലേ? അതെ, തീർച്ചയായിട്ടും. അതിൽ അനൗൺസ്മെന്റ് വിവാദത്തിൽ കാര്യങ്ങളൊന്നും അവസാനിച്ചിട്ടില്ല. നിലവിലത് പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയിലുള്ള ഓപ്പറേഷൻസ് ഓൺഗോയിങ് ആണ്. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങളും ഇനി കൂടുതലായിട്ട് അതിൻ്റെ നടപടിക്രമങ്ങളിലേക്കും പോവേണ്ടതുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാനാർത്ഥിയായി ജയിച്ചതിന് ശേഷവും വിവാദങ്ങളൊന്നും ഒടുങ്ങിയിട്ടില്ലായിരുന്നല്ലോ. ഇപ്പം സത്യപ്രതിജ്ഞ കഴിഞ്ഞു. ആ തിരക്കുകൾക്കൊക്കെ ആണെങ്കിലും പോലീസ് അന്വേഷണവും അതുമായി ബന്ധപ്പെട്ടുള്ള കേസുകളും ഞങ്ങളുടെ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ നൽകിയത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിന്റെ അന്വേഷണങ്ങൾ നടത്തുന്നു. അതിൽ കൂടുതൽ അത് ഊർജിതമാക്കി കമ്മീഷൻ അതിൽ ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത പരാതികൾ തള്ളിയിട്ടുണ്ട്. അത് ഞങ്ങൾ കൊടുത്ത പരാതിയും ഒപ്പം തന്നെ കൗണ്ടർ പരാതികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊന്നും കഴമ്പില്ല എന്ന് പറഞ്ഞിട്ട് ആ പരാതി തള്ളിയതാണ്. പക്ഷേ ഞങ്ങൾക്ക് അതിൽ സ്റ്റിൽ പരാതിയുണ്ട്. പോലീസിൽ ആ വിഷയത്തിൽ കേസ് കൊടുത്തിട്ടുണ്ട്. കാഫിൻ സ്ക്രീൻഷോട്ട് എങ്ങനെയാണോ അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള രൂപത്തിലാണ് യഥാർത്ഥത്തിൽ ഈ അനൗൺസ്മെന്റ് വിവാദം വന്നത്. കാഫിർ സ്ക്രീൻഷോട്ട് നമുക്ക് കണ്ടെത്താൻ, അത് എവിടെ നിന്ന് അതിൻ്റെ സൃഷ്ടിപദം കണ്ടെത്താൻ വേണ്ടി അതിൻ്റെ പിറകെ പോകേണ്ടിണ്ടായിരുന്നു എങ്കിൽ ഇത് റെക്കോർഡഡ് ആയിട്ടുള്ള അനൗൺസ്മെന്റ് ആണ്. മനഃപൂർവ്വം ചെയ്തതാണ്. LDFന്റെ വാഹനത്തിൽ നിന്നാണ് അത് വന്നത് എന്നുള്ളതൊക്കെ പ്രൈമ ഫേസിയ പ്രൂവ്ഡാണ്. അപ്പം ആ കാര്യങ്ങളിൽ അന്വേഷണം നടക്കേണ്ടത്. അങ്ങനെ ആവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിക്കും. തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും അതിൽ സംശയമൊന്നും. ഇപ്പോൾ ഖൗമിലെ പെൺകുട്ടി വിവാദം അവസാനിക്കില്ല. ഫോളോ അപ്പും കാര്യങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം അതൊരു സെക്യുലർ ഫാബ്രിക്കിന് എതിരെ നടന്നിട്ടുള്ള ഒരു വലിയ അനൗൺസ്മെന്റ് ആണ്. അവിടെയുള്ള ആളുകളെയാണ് അത് വേദനിപ്പിച്ചിട്ടുള്ളത്. അവിടുത്തെ മതേതര മൂല്യങ്ങളാണ് യഥാർത്ഥത്തിൽ വിജയിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അവിടെയുള്ള ആളുകൾക്ക് അത് ഹേർട്ട് ചെയ്തിട്ടുണ്ടാകും. അതിന് തീർച്ചയായിട്ടും അന്വേഷണം വേണം. ആരാണ് കുറ്റക്കാരെന്നുള്ളത് പൊതുസമൂഹം അറിയണം.
PM ശ്രീക്ക് അനുകൂലമായ നിലപാടെടുക്കാൻ ലീഗിന് കഴിയില്ലെന്ന് ഫാത്തിമ തഹ്ലിയ പറയുന്നു. പാർട്ടി മുൻകാല നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. പ്രതീക്ഷിക്കുന്ന പര്യവസാനം വിഷയത്തിലുണ്ടാകും. മുൻകാല സർക്കാർ ഉണ്ടാക്കി വെച്ച കെണിക്ക് പരിഹാരം വരും ദിവസങ്ങളിൽ മന്ത്രിസഭയുടെ ഭാഗത്തു നിന്നുണ്ടാക്കുമെന്നും ഫാത്തിമ. സർക്കാർ PM ശ്രീയുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള തീരുമാനം ലീഗിനെ ആകെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങൾ ആ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞതാണ്. ഞങ്ങൾ എന്താണോ ഞങ്ങളുടെ മുൻകാല നിലപാട്, അതേ നിലപാട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിൽ ഇപ്പം ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ്. PM ശ്രീയിൽ ഒപ്പുവെച്ചത് ആരാണ് എല്ലാവർക്കും അറിയാം. അതിൽ യാതൊരു രൂപത്തിലുള്ള സംശയത്തിനും ഇടയില്ല. PM ശ്രീ എന്ന് പറയുന്ന പദ്ധതിയിൽ അന്നത്തെ സംസ്ഥാന സർക്കാർ പിണറായി വിജയൻ സർക്കാർ ഒപ്പുവെച്ചിട്ടുണ്ട്. ആ ഒപ്പുവെച്ചത് എന്തുകൊണ്ടാണ് അവരുടെ സഖ്യകക്ഷികളോട് പോലും പറയാതെ ഒരു രാത്രിക്ക് ആ രൂപത്തിലുള്ള ഒരു ഇടപെടൽ നടത്തിയത് എന്നുള്ളത് നമ്മളൊക്കെ വളരെ സംശയത്തോടെ ചോദിക്കുകയും അതിനെതിരെ സമരം ചെയ്യുകയും ചെയ്ത ആളുകളാണ്. പക്ഷേ ഇന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് SSA ഫണ്ട് ഉണ്ട്. ആ SSA ഫണ്ട് ഞങ്ങൾ ഈ PM ശ്രീ വിഷയത്തിൽ ഇടപെട്ടാൽ ഇതിൽ നിങ്ങൾ പിന്നോട്ട് പോവുകയാണെങ്കിൽ നൽകില്ല എന്നുള്ളതാണ്. അപ്പം തീർച്ചയായിട്ടും ആ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ നേതാക്കന്മാർ കൃത്യമായ നിലപാടെന്ന് പറയുമ്പോൾ അന്ന് ഏറ്റവും ശക്തമായ നിലപാടെടുത്ത KM ഷാജി പോലും ആ നിലപാട് പറയുന്നില്ല ഇപ്പോൾ. അല്ല, അതിൽ തീർച്ചയായിട്ടും അവരിപ്പം സംസാരിച്ചു കൊണ്ടിരിക്കും. ഇപ്പോൾ ഓൾറെഡി ഒപ്പുവെച്ചൊരു കാര്യമാണത്. അപ്പോൾ അതിൽ നിന്ന് ഇനി എന്താണ് എന്നുള്ളത് സംസ്ഥാന സർക്കാർ വിശദമായിട്ടുള്ള വിശദീകരണം നൽകും. ഇതിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് MSFും യൂത്ത് ലീഗും ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള KM ഷാജി ചവിട്ടുകൊട്ടയിൽ എറിയണം, അറബിക്കടലിൽ എറിയണം എന്നൊക്കെ പറഞ്ഞ KM ഷാജി പോലും നിലപാട് മാറ്റി പറയുമ്പോൾ യൂത്ത് ലീഗും MSFും പ്രത്യക്ഷ സമരത്തിലേക്ക് പോവുകയാണ്. അവർക്കൊപ്പമാണോ ഫാത്തിമ തഹ്ലിയ? ഞാൻ പറഞ്ഞല്ലോ, ഈ വിഷയത്തിൽ മുൻകാല നിലപാടുണ്ട് നമുക്ക്. ആ നിലപാടിൽ നിന്ന് ഇപ്പോഴും ഞങ്ങളാരും പുറകോട്ട് പോയിട്ടില്ല. ബഹുമാനപ്പെട്ട മന്ത്രി വിഷയത്തിൽ ഞങ്ങളുടെ പാർട്ടി അന്നെടുത്ത നിലപാടുണ്ട്. PM ശ്രീക്ക് ഒരിക്കലും അനുകൂലമായിട്ടുള്ള ഒരു നിലപാടെടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഞങ്ങൾ ആ രൂപത്തിൽ അന്നും മറുപടി പറഞ്ഞിട്ടുണ്ട്, ഇന്നും മറുപടി പറയുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെയാണ്, അതിൽ നിന്ന് നമ്മൾ മാറിപ്പോകേണ്ട കാര്യമില്ല. ഒപ്പുവെച്ചത് ആരാണ്? ആ ഒപ്പുവെച്ചതോടെ ഒപ്പുവെച്ചത് തുടരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ല, അതിൽ നിന്ന് എങ്ങനെ അതിനൊരു വിശദമായിട്ടുള്ള പഠനം വേണം. എങ്ങനെ നമുക്കതിനെ അതിൽ നിന്ന് ഏതൊക്കെ രൂപത്തിൽ നമുക്ക് വിടുതൽ നേടാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതാണ് ഇവിടെ. അതിന് അപ്പുറത്തേക്ക് ഒരു ബ്ലാക്ക് മെയിലിംഗ് പൊളിറ്റിക്സ് പോലെ SSA ഫണ്ട് ഞങ്ങൾ നൽകില്ല എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് അപ്പുറത്തുണ്ട്. അല്ല, അതൊക്കെ തന്നെ ആയിരുന്നല്ലോ ആദ്യ സർക്കാരിനും ഇത് ഒപ്പിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കിയത്. അന്ന് പറഞ്ഞത് ഈ ഫണ്ടിന് വേണ്ടി അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞതാണല്ലോ ലീഗ് നേതാക്കൾ ഉൾപ്പെടെ. ശരിക്കും പറഞ്ഞാൽ ഈ UDF സർക്കാരിന്റെ ഈ നിലപാട് വെട്ടിലാക്കിയത് ലീഗിനെയല്ലേ? അല്ല, ഒരിക്കലുമല്ല. ആ വിഷയത്തിൽ നമ്മൾ കൂടുതൽ ഡീപ്പായിട്ട് പോകുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം എവിഡൻ്റ് ആണ്. എവിടെയാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ഇതിന് നിങ്ങൾ തമിഴ്നാട് സർക്കാരിൻ്റെ നിലപാട് ആ വിഷയത്തിലൊന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. അവർ കോടതിയിൽ പോവുകയും അത്തരത്തിൽ ഈ വിഷയത്തിൽ നിന്ന് എങ്ങനെയാണ് അവർക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റിയത്. ഇപ്പോൾ ഈ സർക്കാർ വന്നിട്ടല്ലേ ഉള്ളൂ. നിങ്ങൾ സാവകാശം സമയം തരൂ. അതിനനുസരിച്ച് ഇത് പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ ഓൾറെഡി ഈ സർക്കാർ ഒപ്പുവെച്ചു എന്ന് പറയുമ്പോൾ ഒരു കോൺട്രാക്റ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി ആ കോൺട്രാക്ട് ഇതിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇതിനൊത്തിരി ഇടപെടലുകളും കാര്യങ്ങളും അത് മന്ത്രിസഭ യുടെ ഭാഗത്തു നിന്ന് തന്നെ വരേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ ഈ വിഷയത്തിലൊക്കെ വളരെ ശുഭകരമായിട്ട് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന രൂപത്തിലുള്ള ഒരു പര്യവസാനം ഉണ്ടാകുമെന്ന് തന്നെയാണ്. പക്ഷേ നിർബന്ധിതരാകുന്നു, ഇത് തുടരാൻ നിർബന്ധിതരാകുന്നു എന്നതാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അതുകൊണ്ടാണ് ഇത് വിവാദമാകുന്നത്. നോക്കൂ, ഈ വിഷയങ്ങളിൽ ഫാത്തിമ തഹ്ലിയ M സ്വരാജിനെ സംഘാവ് എന്ന് വരെ വിളിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ രീതിയിൽ RSSുമായിട്ടൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നവരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങളിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വിശദീകരിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നിങ്ങൾ ക്രൈസിസിലായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ലേ ഇത് തുടരേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ? ഇല്ല, അതിലൊരു ക്രൈസിസിൻ്റെ ആവശ്യമില്ല. അതുപോലെ എനിക്കിപ്പോൾ രേണു പറഞ്ഞൊരു കാര്യത്തിൽ തിരുത്തൽ വേണ്ടതുണ്ട്. ശ്രീ M സ്വരാജിനെ സംഘാവ് എന്ന് വിളിച്ചു എന്നുള്ളത് രേണുവിന് എവിടെയും പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അങ്ങനെ വിളിച്ചിട്ടില്ല. ഞാൻ അന്ന് നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോസ്റ്റാണ് ഞാൻ സോഷ്യൽ മീഡിയയിലിട്ടത്. ബാപ്പുട്ടിക്ക സംഘാവിനെ പൂട്ടി എന്നുള്ളത്. ബാപ്പുട്ടിക്ക ആരാന്ന് നിങ്ങൾക്കറിയാലോ. അന്നത്തെ അവിടെ നിന്ന് ജയിച്ചിട്ടുള്ള നമ്മുടെ ആര്യാടൻ ഷൗക്കത്ത് MLA, ഇന്നത്തെ MLA, അദ്ദേഹത്തിന് ബാപ്പുട്ടിക്ക എന്നാണ് വിളിക്കുന്നത്. സംഘാവ് എന്ന് ഞാനൊരു പദം ഉപയോഗിക്കാൻ പ്രത്യേകിച്ച് കാരണമുണ്ട്. അവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഇടപെടലുകൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. ആ ഒരു രീതിയെ, അല്ലാതെ ഒരു വ്യക്തിയെ വിളിച്ചു എന്നുള്ളത്
ഈ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു വരുന്ന ആളുകളൊക്കെ പറയുന്നതിനെ ഏറ്റു പറയുന്നത് നിങ്ങളെ പോലെയുള്ള മാധ്യമ അവിടുത്തെ സ്ഥാനാർത്ഥി എതിർ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് എം സ്വരാജ് ആയിരുന്നല്ലോ. പിന്നെ അത് വിശദീകരിക്കുകയും ചെയ്തു ഫാത്തിമ. ഞാനത് വിശദീകരിച്ചു, കൃത്യമായിട്ട് വിശദീകരിച്ചു. ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കേണ്ടി വന്നത്? അതെ, ഞാൻ വിശദീകരിച്ചു. ഞാനത് വിശദീകരിച്ചപ്പോ പറഞ്ഞു ഒരു വ്യക്തിയല്ല, ഒരു നയമാണ് അവിടെ. ആ നയത്തിനെതിരെയാണ് ചെയ്തത്. തീർച്ചയായിട്ടും അവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ CPM-ന്റെ ഒരു പ്രോ സംഘപരിവാർ നിലപാടുണ്ടായിരുന്നു. ആ പ്രോ സംഘപരിവാർ നിലപാട് തന്നെയാണ് അത്തരത്തിൽ സംഘാവ് എന്ന് വിളിച്ചത്. അത് അവിടെ മാത്രമല്ല ഉണ്ടായത്, അതിനു മുമ്പ് നടന്നിട്ടുള്ള പാലക്കാട് അതേ ആരോപണങ്ങളാണ് നിങ്ങൾക്ക് നേരെ ഉയരുന്നത് ഈ PM ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ട നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഞാൻ പറയുന്നു, ഞങ്ങൾ അന്ന് എടുത്തിട്ടുള്ള നിലപാടിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ല. നിങ്ങൾ ഓൾ ഓഫ് എ സഡൻ ഒരു തീരുമാനം എടുക്കാൻ പറഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കെണിയുണ്ട്. ആ കെണി, അതിന് പരിഹാരം യഥാർത്ഥത്തിൽ തീർച്ചയായിട്ടും ഈ വരും ദിവസങ്ങളിൽ മന്ത്രിമാരുടെ ഭാഗത്തു നിന്ന്, മന്ത്രിസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ്. പക്ഷേ KM ഷാജി ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഞങ്ങൾ പ്രസംഗിക്കുന്ന പോലെയല്ല ഭരണത്തിൽ വരുമ്പോഴെന്ന് പറയുകയും ചെയ്യുന്നു. നിങ്ങൾ ഈ രൂപത്തിൽ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ UDF-ന്റെ ഒരു MLA ആണ്. എനിക്ക് പറയാനുള്ളത്, നേരത്തെ എടുത്ത നിലപാടുണ്ട്, ആ നിലപാടിന് തുടർച്ചയായിട്ടുള്ള ഒരു രൂപത്തിലേക്ക് ഈ സംവിധാനം മാറും എന്നുള്ളതാണ്. നിലവിളക്ക് വിവാദത്തിലും നിലപാട് പറയുകയാണ് ഫാത്തിമ തഹ്ലിയ MLA. ഒരുപാട് ചർച്ച ചെയ്യുകയും പര്യവസാനത്തിൽ എത്തിക്കാൻ കഴിയാത്തതുമായ വിഷയമാണത്. താൻ മതത്തെയും മതപണ്ഡിതരെയും ബഹുമാനിക്കുന്ന ആളാണ്. അതേസമയം തന്നെ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജീവിക്കുകയും ആ രീതി ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. സോഷ്യൽ ഹാർമണി ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കണമെന്നാണ് സാദിഖ് അലി തങ്ങൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുള്ളത്. മതേതര സമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തി എന്ന നിലയിൽ ആ രീതിയിൽ മുന്നോട്ട് പോകാൻ ആണ് തനിക്ക് ആഗ്രഹിക്കുന്നതെന്നും ഫാത്തിമ തഹ്ലിയ പറഞ്ഞു. ഏറ്റവും ഒടുവിൽ ഈ നിലവിളക്ക് വിവാദം വന്നു. പേരാമ്പ്രയിൽ ഒരു ചടങ്ങിൽ പങ്കെടുത്ത് നിലവിളക്ക് കത്തിക്കുന്നത് വലിയ വിവാദമായി മാറുന്നു. പിന്നീട് സമസ്തയുടെ ഉൾപ്പെടെയുള്ള ആ വിഷയത്തിലെ അഭിപ്രായവുമൊക്കെ വരുന്നു. ആ വിഷയത്തിൽ ഞാൻ നിലപാട് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എല്ലാവരെയും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ മതങ്ങളെയും മതപണ്ഡിതന്മാരെയും ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. ആ വിഷയത്തിൽ ഞാൻ ഈ സമയം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അല്ല, അതിൽ പറഞ്ഞതേ ഈ മതപരമായ ചടങ്ങായി കണ്ട് ആ വിഷയത്തിൽ നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല. കാരണം അത് ഒരുപാട് തവണ നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. അതിനൊരിക്കലും നമുക്കൊരു പര്യവസാനം കൊണ്ടുവരാൻ പറ്റാത്തൊരു വിഷയമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് ആ വിഷയത്തിൽ ഇത്രേ പറയാനുള്ളൂ. അതായത് മതങ്ങളെ, മത നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, മതാശയങ്ങളെ ഒക്കെ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ നേതാക്കന്മാർ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി തങ്ങളാണ് ഇപ്പം ഞങ്ങളുടെ നേതൃത്വത്തിൻ്റെ ഏറ്റവും പരമോന്നതനായിട്ടുള്ള നേതാവ്. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് നിങ്ങൾ സോഷ്യൽ ഹാർമണിക്ക് വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പം ആ രൂപത്തിൽ എല്ലാവരെയും ഒരു മതേതര മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുകയും ആ രീതി ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം അതിലപ്പുറത്തേക്ക് ആ വിഷയത്തിൽ അതിൽ ഒറ്റ കാര്യം ഈ സമസ്ത നേതാക്കൾ അത് വിശദീകരിക്കുമ്പോൾ പറഞ്ഞത് മതാചാരമായി ബന്ധപ്പെട്ടതിനെ കാണണ്ട, അല്ലാണ്ട് വെളിച്ചം പകരുന്നു എന്ന നിലയിലാണെങ്കിൽ പ്രശ്നമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഫാത്തിമ എങ്ങനെയാണ് ആ ചടങ്ങിനെ കണ്ടത് എന്നതാണ്. അല്ല, തീർച്ചയായിട്ടും എനിക്കതിൽ ഇതിപ്പോൾ ഒരു അഭിപ്രായം പറഞ്ഞാൽ അതിൽ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളുണ്ട്. ഞാൻ എങ്ങനെ കണ്ടു, ഞാൻ നിങ്ങൾക്കറിയാലോ എൻ്റെ ഡ്രസ്സിങ്ങിലും ഇതിലൊക്കെ ഞാനൊരു വിശ്വാസിയായിട്ടുള്ള ഒരാളാണ്. അപ്പം ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള ചിന്തകളിലൂടെ ആളുകൾ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഒരു സെക്യുലർ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രൂപത്തിൽ, ഞാൻ എല്ലാവരെയും ബഹുമാനിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രൂപത്തിൽ, അതിനാ രൂപത്തിൽ തന്നെയാണ് എൻ്റെ ആശയങ്ങളെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതാരെയും ഹേർട്ട് ചെയ്യാനല്ല, എല്ലാവരെയും ഞാൻ ബഹുമാനിക്കുന്നു. KSRTC-യിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ പദ്ധതി നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പൊതു താൽപ്പര്യ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ടുള്ള പ്രിയദർശിനി പദ്ധതി സർക്കാരിന് തുടരാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. പദ്ധതി രാഷ്ട്രീയ നേട്ടത്തിനുള്ള തെരഞ്ഞെടുപ്പ് വാഗ്ദാനമെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം. കണ്ണൂർ വാണിയപ്പാറ ഉണ്ണിയേശു പള്ളി സെമിത്തേരിയിലെ 38-ാം നമ്പർ കല്ലറ ഞെട്ടിക്കുന്ന മറ്റൊരു ദുരൂഹ മരണത്തിന്റെ ചുരുളഴിക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. 2020-ൽ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ സിജോസ് കറിയുടെ മൃതദേഹമാണ് രണ്ടാമത്തേത് എന്നതാണ് സംശയം. ഇതുന്നയിച്ച് കുടുംബം രംഗത്തെത്തിയതോടെ കരിക്കോട്ടക്കരി പോലീസും പ്രതിക്കൂട്ടിലാണ്. തിരോധാനത്തിന് 7 വർഷം മുമ്പ് പരാതി നൽകിയിട്ടും പോലീസ് ഒരു നടപടിയും സ്വീകരിക്കാത്തതിലും ദുരൂഹതയേറുകയാണ്. വാണിയപ്പാറ ഇടവകയിൽ നിന്നും വിവാഹിതനായ കോഴിക്കോട് വിലങ്ങാട് സ്വദേശി സിജോയുടെ തിരോധാനം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ കുടുംബം കരിക്കോട്ടക്കരി പോലീസ് സ്റ്റേഷനിൽ വീണ്ടും പരാതി നൽകി.
കല്ലറയിലെ പായിൽ പൊതിഞ്ഞ വസ്തു പരിശോധിക്കണമെന്ന് പള്ളി വികാരിയും ഇടവക അംഗങ്ങളും ഒരുപോലെ ആവശ്യപ്പെടുകയും ചെയ്യും. 38-ാം കല്ലറ സംബന്ധിച്ച ദുരൂഹത ഇപ്പോഴും തുടരുന്നു എന്ന് വേണം പറയാൻ. എന്നാലും ഈ ഒരു കല്ലറ തുറന്ന് പരിശോധിക്കണമെന്ന് പള്ളി വികാരിയും ഇടവക അംഗങ്ങളും നാട്ടുകാരും ഒരുപോലെ പറയുമ്പോഴും പോലീസ് ഇതിൽ കൃത്യമായൊരു നടപടി സ്വീകരിക്കില്ല എന്ന വലിയ ആക്ഷേപമുയരുന്നു. അതോടൊപ്പം 2014 കോഴിക്കോട് കുറ്റ്യാടിയിൽ നിന്നും ഈ ഇടവകയിലേക്ക് ഇത്തരത്തിൽ വിവാഹം കഴിഞ്ഞെത്തി ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ സിജോസ് കറിയ ഇത് സംബന്ധിച്ച ഒരു ആരോപണം ഇപ്പോൾ ഉയരുന്നുണ്ട്. ഈ ഒരു മൃതദേഹം അത് സിജോസ് കറിയയുടേതാണോ എന്നൊരു സംശയവുമായി ബന്ധുക്കൾ ഇപ്പോൾ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഈ ഒരു വസ്തു എന്താണെന്നത് കൃത്യമായി പുറത്തെടുത്ത് പരിശോധിച്ച് ഇനിയിപ്പോൾ സിജോസ് കറിയുടെ മൃതദേഹമാണെങ്കിൽ അതല്ലെങ്കിൽ ഈ ഒരു മൃതദേഹം DNA പരിശോധന നടത്തിയതിന് ശേഷം കൃത്യമായ ഇത് സിജോസ് കറിയുടേതാണോ എന്നത് വ്യക്തമാക്കണം എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ കുടുംബം ഉന്നയിച്ചിട്ടുള്ളത്. ഇത് ആവശ്യപ്പെട്ട് ഇവർ വീണ്ടും പരാതി നൽകിയിട്ടുണ്ട്. നേരത്തെ 2021 ഇവർ പരാതി നൽകിയതാണ്. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല എന്നിവർ പറയുന്നു. ഇതിൽ പ്രധാനമായും പറയുന്നത് ഇതിലൊരു വ്യക്തത വരുത്തണം, തങ്ങൾക്ക് സംശയമുണ്ട് സിജോസ് കറിയുടെ മൃതദേഹമാണോ ഇതെന്നത് സംബന്ധിച്ച്. എന്നാലും ഈ ഒരു അന്വേഷണം നടത്തണമെന്നൊരു ആവശ്യപ്പെട്ട് DGPക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകാനും കുടുംബം തീരുമാനിച്ചിട്ടുണ്ട്. ആ ബോഡി ഈ പറഞ്ഞ കാലഘട്ടങ്ങളൊക്കെ ആയിട്ട് ഏകദേശം ഒത്തുവരുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നുന്നു. എൻ്റെ ഈ ബന്ധുവാണോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ആ ബോഡി പുറത്തെടുത്ത് അത് DNA പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. നിലവിൽ കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിൽ ഇയാളെ മിസ്സിംഗ് എന്ന പേരിൽ പരാതി നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം ഈ കാര്യത്തിന് ഞങ്ങൾ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും DGPക്കും ഒക്കെ പരാതി കൊടുക്കാൻ പോവുകയാണ്. ഇതിൻ്റെ നിജസ്ഥിതി ഒന്ന് അറിയണമെന്ന് ഞങ്ങൾക്ക് വളരെ ആവശ്യം. ബോഡി കണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഈ വാർത്തയിൽ എഴുതി കാണിച്ചപ്പോഴാണ് എല്ലാവർക്കും ഒരു അതായത് നമുക്കറിയത്തില്ലല്ലോ, ആരെയും പഴിച്ചിട്ടൊന്നുമില്ല നമ്മൾ പറയുന്നത്. എങ്ങനെ പറ്റിയെന്നുള്ളത് ഞങ്ങൾക്കൊന്ന് അറിയാൻ വലിയ ആഗ്രഹമായിരുന്നു. 2014 നവംബറിലാണ് അവർ ഇവിടുന്ന് കൊണ്ടുപോയിരിക്കുന്നത് ചെറുക്കനെ. കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിലാണ് ഞങ്ങൾ പരാതി കൊടുത്തത്. അത് കഴിഞ്ഞ് വെച്ചിട്ട് ഇവിടെ ഇവർ ഇവിടെ കൊണ്ടുവന്ന് വിട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് ചെറുക്കൻ അവിടെ ഉണ്ടായിരിക്കുമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഇല്ലെന്നായി കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും പറഞ്ഞ് പരാതി കൊടുക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ പരാതി കൊടുക്കുന്നത്. സംശയം ഇപ്പം ഇങ്ങനെ ഈ വാർത്ത വന്നപ്പം ഇത് കേട്ടതുകൊണ്ടാണ് എല്ലാവർക്കും ഒരു സംശയം. എന്നാലും കഴിഞ്ഞ ദിവസമാണ് പള്ളി വികാരിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ പള്ളി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് ഇതിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ പോലീസിനോട് ഇവർ ആവശ്യപ്പെടുന്നത് ഈ ഒരു വസ്തു തുറന്ന് പരിശോധിക്കണം, എന്താണ് ഈ ഒരു പായയിൽ പൊതിഞ്ഞ നിലയിൽ ഈ ഒരു 38-ാം നമ്പർ കല്ലറയിൽ കണ്ടെത്തിയത് എന്നത് കണ്ടെത്തണം എന്നൊരാവശ്യമാണ് ഉയരുന്നത്. ആ രീതിയിലേക്കുള്ള നടപടികൾ ഇനി പോലീസിൻ്റെ ഭാഗത്തുണ്ടാകുമോ? ഇത് ദുരൂഹതയില്ല എന്ന് പോലീസ് പറയുമ്പോഴും ദുരൂഹതയുണ്ട് എന്നതാണ് കൃത്യമായി ഈ ഒരു പള്ളി കമ്മിറ്റി പറയുന്നത്, പ്രത്യേകിച്ച് ഇടവക അംഗങ്ങളെല്ലാം പറയുന്നത്. അതുകൊണ്ട് ഇതിലൊരു ആശങ്ക മാറ്റേണ്ടതുണ്ട്. പുതുതായി സിജോസ് കറിയുടെ കുടുംബം കൂടി രംഗത്തെത്തിയതോടുകൂടി ഇതിൽ കൂടുതൽ ദുരൂഹത വന്നിരിക്കുന്നു. എന്തായാലും ഈ ഒരു സംഭവത്തിൽ പോലീസിൻ്റെ നടപടി ഇനി എന്ത്, അതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഈ ഒരു വസ്തു പുറത്തെടുത്ത് പരിശോധിക്കാൻ പോലീസ് തയ്യാറാകുമോ? ഇനി മൃതദേഹമാണെങ്കിൽ DNA ഉൾപ്പെടെയുള്ള പരിശോധനയിലേക്ക് പോലീസ് കടക്കുമോ? അതാണിപ്പോൾ ഉയർന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ചോദ്യവും. കണ്ണൂരിൽ നിന്നും KB ബൈജു, ന്യൂസ് 18. നെല്ലിയാമ്പതി പോത്തുണ്ടി പുതുപ്പാടിയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. മേഖലയിൽ ചക്ക കഴിക്കാനാണ് പതിവായി ആന എത്തുന്നത്. രാത്രിയാണ് കാട്ടാന എത്തിയത്. ആനകൾ സ്ഥിരമായി എത്തുന്നതിൽ നാട്ടുകാർ ഭീതിയിലാണ്. തമിഴ്നാട് വൻ ട്വിസ്റ്റിലേക്ക് കടക്കുകയാണ്. ഒന്നിക്കാൻ നീക്കം നടത്തുകയാണ് DMKയും AIDMKയും. വിജയുടെ പാർട്ടിയുടെ സ്വാധീനം തടയാൻ സഖ്യമുണ്ടാക്കുന്നതിൽ തെറ്റില്ലെന്ന സൂചനയുമായി DMK സംഘടനാ സെക്രട്ടറി രംഗത്തു വന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായ CPMും CPIയും പിളർന്നതിന് ശേഷം മുന്നണി രീതിയിൽ ഒന്നിച്ചത് മാതൃകയാക്കിയുള്ള നീക്കമാണ് ഇവരുടെ ആലോചനയിൽ. അസാധാരണമായ സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നു എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ചിരവൈരികളായ ബദ്ധശത്രുക്കളായ DMKയും AIDMKയും ഒന്നിക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനകൾ തന്നെ ഇപ്പോൾ പുറത്തു വരികയാണ്. അതിൽ ഏറ്റവും പ്രധാനം DMK സംഘടനാ സെക്രട്ടറി RS ഭാരതിയുടെ ചില പ്രസ്താവനകൾ തന്നെയാണ്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ദ്രാവിഡ രാഷ്ട്രീയത്തിൽ ഊന്നിയുള്ള രണ്ട് പ്രധാനപ്പെട്ട കക്ഷികളാണ് DMKയും AIDMKയും. പരസ്പരം DMKയിൽ നിന്ന് വിട്ടുപോയ ആളുകൾ തന്നെയാണ് AIDMKയിലുള്ളത്. അതുകൊണ്ട് ആശയപരമായി യോജിപ്പിന് യാതൊരു
യാതൊരു തടസ്സവുമില്ല എന്ന വിശദീകരണമാണ് ഉള്ളത്. അതിന് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നത് പാർട്ടി പഠന ശേഷം CPM-ഉം CPI-യും രണ്ടായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പഠന ശേഷം അവർ മുന്നണി സംവിധാനത്തിൽ ഒരുമിക്കുന്ന ഒരു പശ്ചാത്തലം ഇപ്പോൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അത് ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയാണ് RS ഭാരതി ഇത്തരം ഒരു ദ്രാവിഡ പ്രത്യയശാസ്ത്രത്തിന്റെ ഒരു യോജിപ്പിനെ കാണുന്നത് എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉടൻ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നും ഭാരതി ചൂണ്ടിക്കാണിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. പക്ഷേ ഔദ്യോഗികമായ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കടന്നിട്ടില്ല എന്ന് വ്യക്തമാക്കുമ്പോഴും തമിഴ് രാഷ്ട്രീയത്തിൽ TVKയുടെ ഒരു അപ്രമാദിത്യമാണ് ഇപ്പോൾ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ പരാജയം സംഭവിച്ച രണ്ട് പാർട്ടികളാണ് DMK-യും AIDMK-യും. ആ സ്ഥാനത്ത് വിജയ് വലിയ ശക്തിയായി ഉദയം ചെയ്യുകയും DMK സഖ്യത്തിലുണ്ടായിരുന്ന പല രാഷ്ട്രീയ കക്ഷികളും കോൺഗ്രസും CPM-ഉം CPI-യും മുസ്ലിം ലീഗും അടക്കമുള്ള പല രാഷ്ട്രീയ പാർട്ടികളും TVKയോട് കൂട്ടുകൂടാൻ എത്തുകയും ചെയ്തൊരു പശ്ചാത്തലം വലിയ ആശങ്കയോടെയാണ് കാണുന്നത്. കാരണം അടിവേരിളകിയ നിലയിലാണ് ഇപ്പോൾ DMK ഉള്ളത്. സമാനമായ അവസ്ഥ തന്നെയാണ് AIDMK-ക്കും സംഭവിച്ചിരിക്കുന്നത്. അവിടെ വിജയിയെ പൂട്ടാൻ അല്ലെങ്കിൽ വിജയിക്ക് മേൽ ഒരു ശക്തിയായി വളരാൻ തങ്ങളുടെ യോജിപ്പിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവാണ് ഇപ്പോൾ ദ്രാവിഡ രാഷ്ട്രീയ കക്ഷികൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും വൈക്കോട് നേതൃത്വമുള്ള MDMK അടക്കം ഇപ്പോൾ സഖ്യം വിടാൻ തയ്യാറെടുക്കുന്നു എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെ വരും മാസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സഖ്യങ്ങൾക്ക് തമിഴ് രാഷ്ട്രീയം വേദിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒറ്റ ലക്ഷ്യം മാത്രമാണ് ജോസഫ് സ്റ്റാലിൻ വിജയ് എന്ന ഇപ്പോഴത്തെ തമിഴ് രാഷ്ട്രീയത്തിലെ അതികായനെ, വളരെ പെട്ടെന്ന് നേതാവായി ഉദയം ചെയ്ത സിനിമാ പ്രവർത്തകനെ, ഇപ്പോൾ മുഖ്യമന്ത്രിയായ ജോസഫ് വിജയെ തടുക്കുക എന്ന പ്രധാനപ്പെട്ട ലക്ഷ്യം മാത്രമാണ്. പക്ഷേ ആശയപരമായി യോജിക്കാമെങ്കിൽ പോലും വ്യക്തിപരമായി നേതാക്കൾ തമ്മിലുള്ള പല വിധങ്ങളായ പ്രശ്നങ്ങളുണ്ട്. അതെങ്ങനെ പാച്ചപ്പ് ചെയ്യും എന്നതനുസരിച്ചിരിക്കും ഇനിയുള്ള ദ്രാവിഡ രാഷ്ട്രീയത്തിലെ കാര്യങ്ങൾ. ലോകമെങ്ങും ലോകകപ്പ് ആവേശം. ആദ്യ മത്സരത്തിലെ ത്രസിപ്പിക്കുന്ന ജയത്തിന് ശേഷം നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന രണ്ടാം മത്സരത്തിനിറങ്ങുന്നു. ഓസ്ട്രിയയാണ് മെസ്സിക്കും സംഘത്തിനും എതിരാളി. ഡാളസിലെ AT&T സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം നടക്കുക. അൾജീരിയയെ എതിരില്ലാത്ത 3 ഗോളുകൾ തോൽപ്പിച്ച് ടൂർണമെന്റിലേക്കുള്ള വരവറിയിച്ച അർജന്റീന വൻ ആത്മവിശ്വാസത്തിലാണ്. ക്യാപ്റ്റൻ ലയണൽ മെസ്സിയുടെ ഹാട്രിക് പ്രകടനമാണ് ആദ്യ കളിയിൽ ആരാധകരെ ആവേശത്തിലാഴ്ത്തിയത്. മികച്ച ഫോമിലുള്ള മെസ്സി തന്നെയാണ് അർജന്റീനയുടെ പ്രധാന കരുത്ത്. എമിലിയാനോ മാർട്ടിനസിന്റെ ഗോൾ കീപ്പിംഗ് മികവും റൊമേറോയും ലിസാൻഡ്രോ മാർട്ടിനസും അടങ്ങുന്ന പ്രതിരോധ നിരയും കോച്ച് ലയണൽ സ്കലോണിക്ക് പൂർണ്ണ തൃപ്തി നൽകുന്നുണ്ട്. അൾജീരിയയെ പോലെ അർജന്റീനയ്ക്ക് അത്ര എളുപ്പമാകില്ല ഓസ്ട്രിയ. ആദ്യ മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത ഓസ്ട്രിയൻ പട കടുത്ത വെല്ലുവിളി ഉയർത്താൻ കെൽപ്പുള്ളവരാണ്. കൗണ്ടർ അറ്റാക്കുകളിലൂടെ എതിരാളികളെ വീഴ്ത്തുന്ന ഓസ്ട്രിയൻ രീതിയെ പ്രതിരോധിക്കാൻ സ്കലോനി പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടി വരും. ഗ്രൂപ്പിൽ 1-ാം സ്ഥാനം ഉറപ്പിച്ച് നോക്കൌട്ടിലേക്ക് മുന്നേറാൻ അർജന്റീനയ്ക്ക് ജയം അനിവാര്യമാണ്. നീലയും വെള്ളയും അണിഞ്ഞ ആരാധക ലക്ഷങ്ങൾ ഡാലസിലേക്ക് ഒഴുകിയെത്തും. മെസ്സി മാജിക്കും അർജന്റീനയുടെ വിജയക്കുതിപ്പും തുടരുമെന്ന പ്രതീക്ഷയോടെയാണ് ആൽബി സെലസ്റ്റിയുടെ വരവ്. അട്ടിമറി പ്രതീക്ഷയോടെയാണ് ഓസ്ട്രിയൻ സംഘം എത്തുന്നത്. റാങ്കിങ്ങിൽ 24-ാം സ്ഥാനത്തുള്ള ഓസ്ട്രിയ 2 തവണയാണ് അർജന്റീനയെ നേരിട്ടിട്ടുള്ളത്. 36 വർഷം മുമ്പ് 1-1 സമനിലയിൽ പിരിഞ്ഞ ശേഷം ആദ്യമായി എത്തുകയാണ് ഇരു ടീമും മുഖാമുഖം. വേൾഡ് കപ്പ് ഡെസ്ക് ന്യൂസ് 18. ലോകകപ്പിൽ രണ്ടാം ജയം തേടി ഫ്രാൻസ് ഇന്ന് ഇറങ്ങുകയാണ്. ഇറാഖാണ് നിലവിലെ റണ്ണേഴ്സ് അപ്പിന്റെ എതിരാളി. ഫിലാഡൽഫിയയിൽ പുലർച്ചെ 2:30 മത്സരം നടക്കുക. ഗ്രൂപ്പിലെ രണ്ടാം മത്സരത്തിൽ സെനഗലും നോർവേയും ഏറ്റുമുട്ടും. ആദ്യ മത്സരത്തിൽ ഇറാഖിനെ 4-1 തകർത്ത നോർവേ മികച്ച ഫോമിലാണ്. പുലർച്ചെ 5:30 മത്സരം. ലോകകപ്പിൽ ഉറുഗ്വേ സമനിലയിൽ തളച്ച് വീണ്ടും കേപ്പ് വെർഡെയുടെ വിസ്മയം. ഇരു ടീമും 2 ഗോൾ വീതമാണ് നേടിയത്. ആദ്യ മത്സരത്തിൽ സ്പെയിനെ സമനിലയിൽ കുരുക്കിയ കേപ്പ് വെർഡെ വർദ്ധിത വീര്യത്തോടെയാണ് ഉറുഗ്വയെ നേരിട്ടത്. 21-ാം മിനിറ്റിലായിരുന്നു കേപ്പ് വെർഡെയുടെ ചരിത്ര ഗോൾ. ഫ്രീ കിക്കിലൂടെയായിരുന്നു കെവിൻ പീന രാജ്യത്തിൻ്റെ ആദ്യ ലോകകപ്പ് ഗോൾ നേടിയത്. 61-ാം മിനിറ്റിൽ ഹീലിയോ വരേലയും സ്കോർ ചെയ്തു. 44-ാം മിനിറ്റിലും ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിലുമായിരുന്നു ഉറുഗ്വയുടെ ഗോൾ. ലോകകപ്പ് ചരിത്രത്തിലേക്കാണ് കേപ്പ് വെർഡെ പന്ത് തട്ടിക്കയറുന്നത്. 2 പോയിന്റുമായി ഗ്രൂപ്പിൽ ഉറുഗ്വയ്ക്ക് പിന്നിൽ 3-ാമതാണെങ്കിലും സൗദിയെ തോൽപ്പിക്കാനായാൽ നോക്കൌട്ട് റൗണ്ടിലെത്തും.
ഓരോ മത്സരത്തിലും ഓരോ നാഴികക്കൽ പിന്നിടുന്ന കേപ്പ് വെർഡെ അടുത്ത മത്സരത്തിൽ വിജയം നേടുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങളാണ് കേപ്പ് വെർഡെ ആരാധകർക്ക് ഈ ലോകകപ്പ് നൽകുന്നത്. ആദ്യം സ്പെയിനിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ചു. ഇന്നിതാ ചരിത്രത്തിലേക്ക് 2 ഗോളുകളും ഒപ്പം പോയിന്റും. For us, it's a win. This is our first time in the World Cup. We already, we went 0-0 with Spain. This one for us is a win. And we're going to celebrate, win or loss. We're always going to be here celebrating. That's what Cape Verde is all about. It's all about celebration! അടുത്ത മത്സരം സൗദി അറേബ്യക്കെതിരെയാണ്. ഗ്രൂപ്പിൽ നിലവിൽ 3-ാം സ്ഥാനത്താണെങ്കിലും സൗദിയെ തോൽപ്പിക്കാനായാൽ കേപ്പ് വെർഡെയ്ക്ക് നോക്കൌട്ടിലേക്ക് മുന്നേറാം. ആ പ്രതീക്ഷ പങ്കുവെക്കുന്നു ആരാധകർ. And I was like biting my nails. The game was tough. Uruguay played good ball. We held them back and 2-2. I'll take that all day. I'm loving it. Thank you, Cape Verde. Postia. Love you guys, man. Thank you, Sifi. അതേസമയം യുറുഗ്വായ് ആരാധകർ നിരാശയിലാണ്. പൊളിച്ചെഴുതലുകൾ കൂടിയേ തീരുമെന്ന് അവർ. We could have done way better, honestly. It was a disaster. They just wouldn't shoot. That was the problem. They wouldn't shoot. And then the goalkeeper, I don't know why he right now. It's not the goalkeeper, man. We the man. We did it. 5.5 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ഈ ദ്വീപുകാർ അത്ഭുതപ്പെടുത്തുകയാണ് കോടിക്കണക്കിന് ജനങ്ങളും അതിലേറെ വിഭവങ്ങളുമുള്ള മറ്റ് ഫുട്ബോൾ രാജ്യങ്ങളെ. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ലോകകപ്പിൽ ന്യൂസിലൻഡിനെതിരെ പിന്നിട്ട് നിന്ന ശേഷം വിജയം പിടിച്ചെടുത്ത ഈജിപ്ത് 1-നെതിരെ 3 ഗോളുകൾക്കാണ് ജയം. 15-ാം മിനിറ്റിൽ ഫിൻ സർമാൻ നേടിയ ഗോളിലൂടെ 1-0 ലീഡുമായിട്ടാണ് ന്യൂസിലൻഡ് ആദ്യ പകുതി അവസാനിപ്പിച്ചത്. 58-ാം മിനിറ്റിൽ മുസ്തഫ സീക്കോ സമനില പിടിച്ചു. 67-ാം മിനിറ്റിൽ സൂപ്പർ താരം മുഹമ്മദ് സലാം ഈജിപ്തിന് ലീഡ് നൽകിയപ്പോൾ 82-ാം മിനിറ്റിൽ മഹമ്മൂദ് ട്രസഗെ ഈജിപ്തിൻ്റെ വിജയമുറപ്പിച്ചു.